ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊക്കെ പല പല ആഗ്രഹങ്ങളുണ്ടാവില്ലേ? എല്ലാ ആഗ്രഹവും നിറവേറണം എന്നില്ലല്ലോ. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ചേക്കണം. ഈ വയസ്സിനൊരിക്കലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടും വളരാതെ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കടത്തിൻ്റെ നടുവിൽ നിന്നും അവിടെ നിന്നും കഴിച്ചിലായി. പിന്നെ ഒരുപാട് ജോലികൾ ചെയ്തു. കൈക്കോട്ട് പണി മുതൽ കെട്ടുപണി, റോഡ് പണി, അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തു. ഇന്ന് ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റൽ ഫീൽഡിൽ, അങ്ങനെ എല്ലാ ഫീൽഡിലും ഞാൻ കുറച്ച് വർക്ക് ചെയ്ത് ഞാനിതാ ഇന്നിപ്പോൾ ഹോം നേഴ്സ് ഫീൽഡിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കാരണം പ്രായമായ അച്ഛനമ്മമാരെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തായാലും അച്ഛനും അമ്മയില്ല. എൻ്റെ അച്ഛനമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ഓരോ മാതാപിതാക്കളെയും കാണുന്നത്. അവരെന്നെ ചീത്ത പറയുകയും മുഖത്തേക്ക് ഭക്ഷണം തുപ്പുകയും വെള്ളം കൊടുക്കുമ്പോൾ തുപ്പുകയും ഒരുപാട് വഴക്ക് പറയുകയും തെറികൾ പറയുകയും എല്ലാം കേട്ട് ഞാൻ നിൽക്കാറുണ്ട്. നമ്മുടെ അമ്മമാരുടെ അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ അച്ഛന്മാരുടെ അടുത്താണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളും ഇവരും ഏകദേശം ഒരേപോലെയാണ്. മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവർ പിന്നെയും ഡബിൾ സൗണ്ട് ഉണ്ടാവും, അറിയോ? അതേപോലെ തന്നെ കുഞ്ഞുങ്ങളോട് നീ മിണ്ടരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മൾ രണ്ടാമത് വലിയ വായിൽ കരയുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഞാൻ റോഡ് പണിക്കൊക്കെ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ട് രാപ്പകലില്ലാതെ വെയിൽ കൊണ്ടിട്ടുണ്ട്. കെട്ടുപണിക്ക് മുകളിലത്തെ നെല്ലിലേക്കൊക്കെ വെട്ടുകല്ലേറ്റി തളർന്നൊരു ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈക്കോട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കളെ പോറ്റാനുള്ള ഒരു കഷ്ടപ്പാടായിരുന്നു അന്ന്. കാരണം അന്ന് ചോദിക്കും ഹസ്ബൻഡില്ലേ എന്ന് നിൽക്കും. ഹസ്ബൻഡിനും പണി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പണിക്കിറങ്ങാൻ നിവർത്തിയില്ലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ. ഇന്നിപ്പോൾ കടങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ. ഒരു കടം വീട്ടാൻ നമ്മൾ മറ്റൊരു കടം വാങ്ങും. അങ്ങനെ ഫുള്ളും റോൾ ചെയ്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അഥവാ ഏതെങ്കിലും നിമിഷത്തിൽ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ പേരിലുള്ള ഫുൾ ബാധ്യതകളും പാവം എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളും വഹിക്കണം. അതാലോചിക്കുമ്പോൾ ഒരു ജാതി വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡിന് വല്ലപ്പോഴുള്ള പണിയൊക്കെ തന്നെയുള്ളൂ. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്യിൻ്റെ ഒരു പെയിൻ കാരണം അങ്ങനെ എപ്പോഴും പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് ഈ ഒരു ഫീൽഡ്, ഈ അച്ഛനമ്മമാരെ നോക്കി കിട്ടുന്ന പുണ്യം മാത്രം മതി എൻ്റെ ജീവിതം മുൻപോട്ട് പോകാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ പൈസ ഉള്ള എനിക്കൊണ്ട് കാര്യമില്ല, നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. ഇപ്പോൾ ആവശ്യത്തിന് ദൈവം എനിക്ക് മനസ്സമാധാനം തരുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ലച്ചുലച്ചിട്ടി ഫാമിലി എന്ന ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ലച്ചുലച്ചിട്ടിയുടെ വിജയം. എനിക്ക് എങ്ങനെയും കുറച്ച് വരുമാനം ഉണ്ടാക്കുക, എൻ്റെ കടങ്ങളൊക്കെ വീട്ടുക, സ്വസ്ഥമായിരിക്കുക എന്ന ചിന്താഗതി മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും പ്രായമേറി വരികയാണല്ലോ. അപ്പം നമുക്ക് വീട്ടിലിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.